ഓവർ തിങ്കിങ് എന്നത് തിങ്കിങ് അല്ല, തിങ്കിങ്ങിനെ റിപ്പീറ്റ് മോഡിൽ ഇടുന്നതാണ്. ഒരു വാഷിംഗ് മെഷീനിൽ നമ്മൾ വസ്ത്രം വീണ്ടും വീണ്ടും കറക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് ഒരേ ചിന്ത വീണ്ടും വീണ്ടും കറക്കുകയാണ്. അത് പ്രോബ്ലം സോൾവ് ചെയ്യുകയല്ല, പ്രശ്നത്തെ വലുതാക്കുകയാണ്. ഓവർ തിങ്കിങ് എന്നാൽ ചിന്ത അധികമാകുന്നതല്ല, തെറ്റായ കഥകൾ മനസ്സിൽ സൃഷ്ടിച്ച് അതിനെ സത്യമെന്ന് വിശ്വസിക്കുകയാണ്. ഒരു യുവാവ് ഒരിക്കൽ ഒരു ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ, എൻ്റെ മനസ്സ് എപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഗുരു പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കയ്യിൽ പിടിക്കൂ, ജസ്റ്റ് 5 മിനിറ്റ്, പ്രശ്നമില്ല. 1 മണിക്കൂർ പിടിക്കൂ, കൈ വേദനിച്ചു. ഒരു ദിവസം മുഴുവൻ പിടിച്ചാൽ കൈ തളരും. അവിടെ ഗ്ലാസിൻ്റെ ഭാരമല്ല പ്രശ്നം പിടിച്ചിരിക്കുന്ന സമയം കൂടിയപ്പോൾ ആണ് ആ മനുഷ്യന് വേദനയുണ്ടായത്. അതാണ് ഓവർ തിങ്കിങ്. സംഭവം അല്ല നമ്മെ വേദനിപ്പിക്കുന്നത്, അതിനെ പിടിച്ചു നിർത്തുന്നതാണ് നമ്മെ വേദനിപ്പിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ 4 പവർഫുൾ റൂൾസ് പറഞ്ഞു തരാം. നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രയോഗിച്ചാൽ നിങ്ങളുടെ മനസ്സിന് സമാധാനം, വ്യക്തത, ആത്മവിശ്വാസം ഉറപ്പായും ലഭിക്കും. റൂൾ നമ്പർ 1, ദി SSE റൂൾ, സ്റ്റുപ്പിഡ് സെൻസിബിൾ എക്സ്പ്ലനേഷൻ. നമ്മുടെ ബ്രെയിൻ ഒരു സ്റ്റോറി മേക്കർ ആണ്. ഒരു ചെറിയ സംഭവം പോലും അത് വലിയ സിനിമയാക്കി മാറ്റും. അപ്പോൾ ഒന്നാമത്തെ എസ് ഫോർ സ്റ്റുപ്പിഡ്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കൂ, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന കഥ എത്രത്തോളം വിഡിത്തമാണ്. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വാട്സപ്പ് മെസ്സേജ് അയച്ചു, ബ്ലൂ ടിക്ക് വന്നു, റിപ്ലൈ വന്നില്ല. ഉടനെ മനസ്സിങ്ങനെ മന്ത്രിക്കും, അവൾ എന്നെ ഇഗ്നോർ ചെയ്തോ, അല്ലെങ്കിൽ അവൾ എന്നെ വെറുക്കുന്നോ, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞു. ഇതാണ് സ്റ്റുപ്പിഡ് സ്റ്റോറി. നെക്സ്റ്റ് എസ് ഫോർ സെൻസിബിൾ. ഇപ്പോൾ ചോദിക്കൂ, ഇതിനേക്കാൾ യുക്തിസഹമായ വിശദീകരണം എന്തായിരിക്കും? ഒരു പക്ഷേ അവൾ ബിസിയായിരിക്കും, ഡ്രൈവ് ചെയ്യുകയായിരിക്കും, കോളിലായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങുകയായിരിക്കും. സഡൻലി നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയുന്നു. ഇനി നെക്സ്റ്റ് ലെറ്റർ ഇ ഫോർ എക്സ്പ്ലനേഷൻ. അടുത്ത ചോദ്യം, ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഇത് ഫാക്റ്റ് ആണോ, ഫിയർ ആണോ, അസംഷൻ ആണോ? റിമെമ്പർ, ഡോണ്ട് റിയാക്ട് ടു അസംഷൻസ്, റെസ്പോൺസ് ടു എവിഡൻസ്. നമ്മൾ മനസ്സിലാക്കണ്ടേ, മനസ്സ് പറയുന്ന ആദ്യ കഥ സത്യമായിരിക്കണം എന്നില്ല. റൂൾ നമ്പർ 2, 99% റൂൾ. ഒരു ചോദ്യം ചോദിക്കാം, കഴിഞ്ഞ വർഷം നിങ്ങൾ എത്ര കാര്യങ്ങൾ ഓർത്ത് പേടിച്ചു? അതിൽ എത്ര കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ചു? വളരെ കുറിച്ച് അല്ലേ? നമ്മുടെ ബ്രെയിൻ വേസ്റ്റ് കേസ് സിനാരിയോ ഉണ്ടാക്കും. വാട്ട് ഇഫ് ഐ ഫെയിൽ? വാട്ട് ഇഫ് ദേ റിജക്ട് മീ? വാട്ട് ഇഫ് ഐ ലോസ് എവ്രിതിങ്? പക്ഷേ നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും യഥാർത്ഥത്തിൽ സംഭവിക്കാറില്ല. അതുകൊണ്ടാണ് ഇതിനെ 99% റൂൾ എന്ന് വിളിക്കപ്പെടുന്നത്. നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്ന 100 ഭയങ്ങളിൽ ഭൂരിഭാഗവും ഒരിക്കലും യാഥാർത്ഥ്യമാകുന്നില്ല. അതുകൊണ്ട് ഇമാജിനറി പ്രോബ്ലംസിന് റിയൽ ഇമോഷൻസ് കൊടുക്കരുത്. ഉദാഹരണത്തിന്, ഒരാൾ ഇൻ്റർവ്യൂവിന് പോകുന്നു, മനസ്സ് പറയുന്നത് നിനക്ക് ജോബ് കിട്ടില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞു, ജോബ് കിട്ടുന്നു. അപ്പോൾ സ്ട്രെസ് മുഴുവൻ എന്തിനായിരുന്നു? ചുമ്മാതല്ലേ? ഇനി റൂൾ നമ്പർ 3, ദി SIP റൂൾ. ഓവർ തിങ്കിങ് തുടങ്ങുമ്പോൾ ഇത് ചെയ്യും. എസ് ഫോർ സിപ്പ് ദി വാട്ടർ. ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ഇത് ആക്ച്വലി ചെറിയ കാര്യമാണെന്ന് തോന്നും, പക്ഷേ സ്ട്രെസ് വരുമ്പോൾ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പോൾ ചെറിയൊരു പോസ്, വെള്ളം കുടിക്കൂ, ശ്വാസം നിയന്ത്രിക്കും. ഇത് നിങ്ങളെ കാം ആക്കാൻ സഹായിക്കും. ഇനി അടുത്തത് ഇനീഷ്യേറ്റ് എ കോൺവെർസേഷൻ. ഒറ്റയ്ക്കിരിക്കരുത്. മൈൻഡ് നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കും. അത് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചായിരിക്കരുത്. നിങ്ങളുടെ ഫോക്കസ് മാറാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുന്നത്. ഫിസിക്കലി മൂവ്, എഴുന്നേൽക്കൂ, വാക്ക് ചെയ്യൂ, എക്സസൈസ് ചെയ്യൂ, ഡാൻസ് ചെയ്യൂ, റൂം മാറൂ. മൈൻഡ് സ്റ്റക്ക് ആവുമ്പോൾ ബോഡി മൂവ് ചെയ്യൂ, കാരണം മോഷൻ ചേഞ്ചസ് ഇമോഷൻസ്. റൂൾ 4, ദി കോൾഡ് റൂൾ. ഓവർ തിങ്കിങ്ങിൻ്റെ പ്രധാന കാരണം മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതിൻ്റെ പരിഹാരം കമ്മ്യൂണിക്കേഷൻ. ഓടി മറയരുത്, ധൈര്യമായി സംസാരിക്കൂ, റെസ്പെക്റ്റോടെ ചോദിക്കൂ. ആർട്ടിക്കുലേറ്റ്. അക്യൂസ് ചെയ്യരുത്, എക്സ്പ്രസ് ചെയ്യൂ. നീ തെറ്റാണ് എന്നതിന് പകരം എനിക്ക് വിഷമമായി എന്ന് പറയൂ. എൽ ഫോർ ലിസൺ. മറ്റൊരാളുടെ ഭാഗവും കേൾക്കൂ. പലപ്പോഴും നമ്മൾ കരുതിയ കഥ സത്യമായിരിക്കില്ല.
L for leave. കോൺവെർസേഷൻ കഴിഞ്ഞാൽ അത് വിട്ടേക്കൂ. റീപ്ലേ ചെയ്യരുത്, റിപ്പീറ്റ് ചെയ്യരുത്, ക്യാരി ചെയ്യരുത്. ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. ഒരു ചെറിയ കുട്ടി ഇരുട്ടിൽ ഒരു കയർ കണ്ടു. അവൻ വിചാരിച്ചു പാമ്പ്. അവൻ പേടിച്ചു, കരഞ്ഞു, ഓടി. വെളിച്ചം വന്നപ്പോൾ അതൊരു പഴയ കയർ മാത്രമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങളും കയർ മാത്രമാണ്. ഓവർ തിങ്കിങ് അതിനെ പാമ്പാക്കി മാറ്റുന്നു. ഇന്നു മുതൽ ഓവർ തിങ്കിങ് തുടങ്ങുമ്പോൾ ഈ 4 റൂൾസ് ലൈഫിൽ അപ്ലൈ ചെയ്യൂ. SSE റൂൾ, സ്റ്റുപ്പിഡ് സ്റ്റോറി, സെൻസിബിൾ സ്റ്റോറി, എവിഡൻസ്. 99% റൂൾ, മനസ്സ് പറയുന്ന എല്ലാ ഭയങ്ങളും സത്യമല്ല. SIP റൂൾ, സിപ്പ് വാട്ടർ, ഇനീഷ്യേറ്റ് കോൺവെർസേഷൻ, ഫിസിക്കലി മൂവ്. കോൾ റൂൾ, കോൺഫ്രണ്ട്, ആർട്ടിക്കുലേറ്റ്, ലിസൺ, ലീവ്. ഓർമ്മിക്കുക, മനസ്സ് സൃഷ്ടിക്കുന്ന കഥകൾ നിങ്ങളുടെ ഭാവി തീരുമാനിക്കേണ്ടതില്ല. ചിന്തകൾ വരും പോകും, പക്ഷേ നിങ്ങൾ അത് വിശ്വസിക്കണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ തീരുമാനം മാറ്റമാണ്. ജീവിതം മാറ്റുന്നത് ഓവർ തിങ്കിങ് അല്ല, റൈറ്റ് തിങ്കിങ്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ഈ വീഡിയോ എപ്പോഴും അനാവശ്യമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ മനസ്സിന് ഏറ്റവും വലിയ ശത്രുവാകാനും കഴിയും, ഏറ്റവും വലിയ സുഹൃത്താകാനും കഴിയും. തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. താങ്ക് യു സോ മച്ച്.